ഇടുക്കി ചിന്നക്കനാൽ പന്നിയാറിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു. പുലർച്ചെ 3 മണിയോടെയാണ് കട തകർത്തത്. റേഷൻ കഴിച്ചത് ആരിക്കൊമ്പനെ മാറ്റിയ ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. ചക്കക്കൊമ്പനാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അരിക്കൊമ്പന്റെ ആക്രമണത്തിന് പതിവായി ഇരയായിരുന്ന കടയാണ് പന്നിയാറിലെ റേഷൻ കട. മുൻപ് കട അരിക്കൊമ്പൻ പൂർണ്ണമായും തകർത്തതോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. സമീപത്തെ കൊടിമരം ഈ ഫെൻസിംഗിലേക്ക് മറിച്ചിട്ട് ഫെൻസിംഗ് തകർത്താണ് ചക്കക്കൊമ്പൻ റേഷൻ കടയ്ക്ക് സമീപം എത്തിയത്. കെട്ടിടം കൊമ്പുകൊണ്ട് ഇടിച്ചു തകർത്ത ആന 2 ചാക്കാരി പുറത്തേക്ക് വലിച്ചിട്ട് ഭക്ഷിച്ചു. ഇത് 13ാം തവണയാണ് ഈ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അത് വന്നിട്ട് ആ ബെൻസിന് പുറത്തുള്ള കൊടിമരം വളച്ച് ബെൻസിന്റെ പുറത്ത് ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് അകത്ത് കയറി വന്നിട്ടാണ് ഇത് ഈ ഭിത്തി പൊളിച്ച് അരിച്ചാക്കൊക്കെ എടുത്ത് പുറത്ത് വിതറിയിട്ടുണ്ട്. കുറേ കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ആൾതാമസം എന്നിലാണ് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. രാവിലെ പണിക്ക് പോയി വിളിച്ചു പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. അതിനുശേഷം ഇവിടെ എത്തുകയും ചെയ്തു. 4-5 ചാക്ക് അരി വിതറിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പണിത് മുറിയാണ്, കടമുറിയാണ്. അതിൻ്റെ ഭിത്തി മുഴുവൻ തകർന്നു പോയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ മടുത്തു സംഭവം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുക. ഏതാനും മാസങ്ങളായി പന്നിയാർ, ബിയൽറാം, ചിന്നക്കനാൽ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഈ കഴിഞ്ഞ ജനുവരി 28-ാം തീയതി ഇവിടെ ഇരിക്കുന്ന പുള്ളിനെയാണ് ചവിട്ടിക്കൊന്നത്. സൗന്ദരരാജൻ എന്ന് പറഞ്ഞ ആളിനെ. ഒരു 10 ദിവസത്തിന് മുമ്പ്, ഒരു 10-15 ദിവസം മുമ്പ് ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഒരു 2 പെണ്ണുങ്ങൾ കൂടി ഓടിച്ചിട്ട് ആ പെണ്ണ് താഴെ കുടിക്കാത്തിരുന്ന ആ പെണ്ണ് നട്ടലിന് പോയി അവിടെ ആസ്പത്രിയിൽ ട്രീറ്റ്മെൻറ്റില്ല, കണാവളൊക്കെ കൊണ്ടുപോയേക്കാം. ഇവിടെ ആനയുടെ കാരണം കൊണ്ട് ഒരു പൊരുതി മുട്ടി ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പോലും പറ്റില്ല. ഒരു മിരുഗത്തിനുള്ള വില മനുഷ്യന് കിട്ടുന്നില്ല. ഒരു പാമ്പിനെ തല്ലിക്കൊന്നാൽ ഗവൺമെൻറ് കേസ്, ഫോറസ്റ്റ് കേസ്. മനുഷ്യനെ കൊന്നാൽ ഇവിടെ യാതൊരു ഇതില്ല. മുൻ വർഷങ്ങളിലേക്കാൾ കാട്ടാന ശല്യം രൂക്ഷമായെന്നാണ് നാട്ടുകാരുടെ പരാതി. ഏക്കർ കണക്കിന് കൃഷിഭൂമിക്ക് നാശം വരുത്തിയിട്ടുണ്ട്. കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയന്മാരും ജനവാസ മേഖലയിൽ പതിവായതോടെ ആശങ്കയിലാണ് ജീവരുടെ ജീവിതം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.